ഹലോ ഗൈസ്, നമ്മുടെ ചന്ദ്രകാന്തം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊക്കെ ഭയങ്കര സങ്കടമാകുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെ ആട്ടോ കൂട്ടുകാർ. ആദ്യം തന്നെ നമ്മുടെ നന്ദയായിട്ട് കാണിക്കുന്നത്. നമ്മുടെ നന്ദ ജയിലിൽ കിടന്ന് മറ്റു പോലീസുകാരോട് ഇങ്ങനെ ഭയങ്കര അലമുറയിട്ട് ഇങ്ങനെ ഒച്ചയെടുത്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങളുടെ കമ്മീഷണർ സാറാണ് കുറ്റക്കാരൻ, അയാൾ എൻ്റെ മോളെ പിടിച്ചു വെച്ചിരിക്കുക, പിന്നെ ഞാൻ എന്തിനു ജയിലിൽ കിടക്കണം, നിങ്ങൾ എന്നെ തുറന്നു വിടും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടാട്ടോ. പിന്നീട് നമ്മുടെ നിർമ്മൽ വരുന്നുണ്ട്. നിർമ്മൽ വന്നിട്ട് അവിടുത്തെ പോലീസുകാരോട് പറയുന്നുണ്ട്, ഞാൻ നന്ദയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഇവിടുത്തെ ഒരു പോലീസുകാരനാണ് എടുത്തത്, എന്നിട്ട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്ന്, അതാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിർമ്മലിനെ കാണുമ്പോൾ നമ്മുടെ നിർമ്മല നന്ദയായിട്ട് സംസാരിക്കാൻ പോകുമ്പോൾ നന്ദ നമ്മുടെ നിർമ്മലിനോട് പറയുന്നുണ്ട് കേട്ടോ, നീ ഒരൊറ്റൊരാൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഗൗതമിനോട് ഒരിക്കലും ഗൗരി അയാളുടെ മോളാണെന്ന് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നിർമ്മൽ പറയുന്നുണ്ട്, നന്ദയുടെ നല്ലതിന് വേണ്ടിയേ ഞാൻ എന്തും ചെയ്തിട്ടുള്ളൂ, നന്ദ നോക്കിക്കോ, നന്ദയെ ഞാൻ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ ഏൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ പറയുന്നൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ നന്ദ പറയുന്നുണ്ട്, എനിക്ക് അയാളെ വേണ്ട, എനിക്ക് എൻ്റെ ഗൗരിമോളെ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദയും പറയുന്നുണ്ട്. അതിന് പിന്നിൽ നമ്മുടെ ഇന്ദി വരം വീട്ടിലുണ്ടല്ലോ, നമ്മുടെ ഗൗരിമോളുടെ അടുത്ത് തന്നെ നമ്മുടെ ഗൗതം ഒരു കണ്ണിട പോലും തെറ്റാതെ ഒരു നിമിഷം പോലും മാറാതെ അടുത്ത് തന്നെ ഇരിക്കുക കേട്ടോ നമ്മുടെ ഗൗരിമോളുടെ അടുത്ത്. എന്നിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും ഓർക്കുക. ഗൗരിമോളെ ആദ്യം കണ്ട ദിവസങ്ങൾ, അന്ന് സ്വന്തം മോളാണെന്ന് ഇതുവരെയും തനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മുടെ ഗൗതം കുറെ കരയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ പിങ്കി അവിടെ വരുന്നുണ്ട്. പിങ്കിനെ കാണുമ്പോൾ നമ്മുടെ നന്ദുമോൻ പറയും, അമ്മ എനിക്കും ഗൗരിക്കും തിന്നാൻ ഫുഡ് കൊണ്ടുപോകാന്ന് പറയുന്ന നമ്മുടെ പിങ്കി അയക്കുന്നതാണ്. അപ്പൊ പിങ്കി നോക്കുമ്പോൾ നമ്മുടെ ഗൗതം നമ്മുടെ ഗൗരിമോളുടെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുക, മടിയിലും വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പിങ്കിക്ക് ഇത് കാണുമ്പോൾ ഒരു സങ്കടമൊക്കെ ആവും കേട്ടോ. പിന്നീട് നമ്മുടെ പിങ്കി ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത്, പാലിങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത്, പാലൊക്കെ തിളച്ച് കഴിഞ്ഞ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ പിങ്കിക്ക് പെട്ടെന്നൊരു തലകറക്കം വരും കേട്ടോ. അപ്പോൾ പിങ്കി ഇങ്ങനെ സാരിയിൽ ഇങ്ങനെ വേർപ്പൊക്കെ മുക്കി ഇങ്ങനെ സാരി ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും ആ സ്റ്റൗവിലെ തീയിലേക്കായിരിക്കും കേട്ടോ സാരി വിടുന്നത്. ഭാഗ്യത്തിന് അവിടെ തീയൊന്നും സാരിയിൽ കത്തൊന്നും പിടിക്കുന്നില്ല കേട്ടോ. ആ ഒരു സമയം തന്നെ നമ്മുടെ ലക്ഷ്മിയമ്മ വരുന്നുണ്ട്. ലക്ഷ്മിയമ്മ കണ്ടിട്ട് സാരി പെട്ടെന്ന് തട്ടി നീക്കി ആ ഒരു സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് നമ്മുടെ പിങ്കിയെ കയറി പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. തലകറങ്ങി ഇങ്ങനെ വീടാകുമ്പോൾ പിങ്കിയെ കയറി പിടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ പിങ്കി ഭയങ്കര കരച്ചിലാട്ടോ. നമ്മുടെ ലക്ഷ്മിയമ്മയോട് ഇങ്ങനെ പറയുന്നുണ്ട്, പതുക്കെ പതുക്കെ ഗൗതമിന്റെ മനസ്സ് മാറി നന്ദ ഇങ്ങോട്ട് കൊണ്ടുവരും, അപ്പൊ പിന്നെ എന്റെ റോൾ എന്താ അമ്മായി എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കരയുന്നുണ്ട്. അപ്പൊ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, നന്ദ അങ്ങനെ അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ മോളെ, അവളുടെ വയറ്റില് ഗൗതമിന്റെ കുഞ്ഞുണ്ടായിട്ട് അവളെ ആ കുഞ്ഞിനെ പ്രസവിച്ച് അവൾ ഇത്രത്തോളം വളർത്തി മികച്ചൊരു നിലയിൽ എത്തിച്ചില്ലേ അവളെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദിനെയും നമ്മുടെ ലക്ഷ്മിയമ്മ ഇപ്പൊ പൊക്കി പറയുക കേട്ടോ. അപ്പൊ ഇതും കൂടി കേൾക്കുമ്പോൾ നമ്മുടെ പിങ്കിക്ക് ഭയങ്കര സങ്കടമാവും. അപ്പൊ നമ്മുടെ ലക്ഷ്മിയമ്മ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്, ഓരോരുത്തർക്കും ഓരോരുത്തരിങ്ങനെ ദൈവം വിധിച്ചിട്ടുണ്ട് മോളെ, അങ്ങനെ പറഞ്ഞ് ആശ്വസിക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കിയെ നമ്മുടെ ലക്ഷ്മിയമ്മ ആശ്വസിപ്പിക്കാറുണ്ട്. നമ്മുടെ ലക്ഷ്മിയമ്മ നൈസായിട്ട് പ്ലേറ്റ് മുറിക്കിച്ചിട്ടോ. ഇത്രയും നാൾ നമ്മുടെ പിങ്കിയെ വാഴ്ത്തി പാടിയിട്ട് നമ്മുടെ നന്ദയെ ചവിട്ടി പുറത്താക്കുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്മിയമ്മയുടെ ആ ഒരു ലക്ഷ്യം തന്നെ. ഇപ്പൊ താ മറിച്ച് നമ്മുടെ നന്ദയെ തിരികെ എങ്ങനെയെങ്കിലും ഇന്ത്യ വരത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് നമ്മുടെ ലക്ഷ്മിയമ്മയും പറയുന്നത്. അപ്പൊ ഇനി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത്, നമ്മുടെ പിങ്കിയുടെ അവസ്ഥ എന്തായി തീരും, ഇനി നമ്മുടെ പിങ്കി വല്ല ആത്മഹത്യക്ക് ശ്രമിക്കുമോ, അല്ലെങ്കിൽ നിർമ്മലിന്റെ ജീവിതത്തിലേക്ക് നമ്മുടെ പിങ്കി പോകുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണോട്ടോ കൂട്ടുകാർ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.